ഞാൻ നോർത്ത് കരോലിന നാഷണൽ പാർക്കിൽ കുതിരസവാരി ചെയ്യുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കുതിരപ്പുറത്തു സവാരി ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് ചെയ്യുമായിരുന്നു. ആ സമയത്ത് കുതിരയെ നിയന്ത്രിക്കാൻ അതിന്റെ കടിഞ്ഞാണിൽ പിടിച്ച് ഒരു കൗമാരക്കാരനായ ഗൈഡ് കുതിരയുടെ കൂടെ നടക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുതിരയെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഞാനും കുതിരയും മാത്രം. എന്റെ കൂടെ 8 കുതിരകളിൽ 8 പേർ ഉണ്ടായിരുന്നു. ഒരാൾ പാർക്ക് റേഞ്ചറായിരുന്നു. ഞങ്ങൾ കുത്തനെയുള്ള കുന്നിൻ ചെരുവിലെ ഒരു പാതയിലൂടെ ഒരു വരിയിൽ രണ്ടായി വരികയായിരുന്നു. പാത ഇടത്തേക്ക് തിരിഞ്ഞു. കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാൽ ഒരു ഗർത്തമായിരുന്നു. എന്റെ കുതിര ഇടത്തോട്ട് തിരിയുന്നതിനു പകരം ഏകദേശം 3 അടി മുമ്പിലേക്ക് നടന്ന് നേരെ ഗർത്തത്തിനു അരികിലേക്ക് പോകുന്നു. ഞാനാകെ മരവിച്ചുപോയി. ഇടത്തേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്റെ ഇടതുവശത്ത് മറ്റൊരു കുതിരയുണ്ടായിരുന്നു. തീർച്ചയായും എന്റെ മനസ്സിന്റെയുള്ളിൽ സഹായത്തിനായി വിളിച്ചിരിക്കാം. പക്ഷേ മനസ്സിന്റെ മറ്റൊരു ഭാഗം റിസ്കെടുക്കാനാണ് താൽപ്പര്യപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ മരവിച്ചുപോയി. എന്റെ കുതിരയും ഇടതുവശത്തുള്ള കുതിരയും സ്വയമേവ ഇടത്തോട്ട് തിരിയുന്ന നിർണായകമായ 5 സെക്കൻഡിൽ ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ പരിഭ്രമം കുറഞ്ഞപ്പോൾ എന്റെ പരിഹാസ്യമായ ഭയം കണ്ട് ഞാൻ ചിരിച്ചു. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് കുതിരയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവൾ ഈ വഴിയിലൂടെ 100 തവണ നടന്നിട്ടുണ്ട്. മരണത്തിലേക്ക് വീഴാതിരിക്കാൻ എന്നേക്കാൾ ശ്രദ്ധിക്കേണ്ടത് അവൾക്കായിരുന്നു. എന്തു ചെയ്യണമെന്ന് അവളോട് പറയേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ എന്തു ചെയ്യണമെന്ന് ഞാൻ അവളോട് പറയാൻ ശ്രമിച്ച കുറച്ച് തവണ അവൾ കാര്യമാക്കിയില്ല. കഴിഞ്ഞ 10 വർഷം ഞാൻ കുതിരകളല്ല കാറുകൾ ഓടിച്ചുകൊണ്ടിരുന്നതിനാൽ എനിക്ക് കുതിര ചെയ്തത് തെറ്റായി തോന്നി. കാരണം നിങ്ങൾ അരുത് എന്ന് പറയാത്തിടത്തോളം കാറുകൾ അരികുകൾക്ക് മുകളിലൂടെ പോകുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഒന്നിനോട് സാദൃശ്യപ്പെടുത്തിയാണ്. ഇതിനകം അറിയാവുന്ന കാര്യങ്ങളുമായി സാദൃശ്യപ്പെടുത്തി പുതിയതോ സങ്കീർണമായതോ ആയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഉദാഹരണത്തിന്, ജീവിതത്തെക്കുറിച്ച് പൊതുവായി ചിന്തിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് ജീവിതം ഒരു യാത്രയാണ് എന്ന സാദൃശ്യം പ്രയോഗിച്ചു. ഈ സാദൃശ്യപ്പെടുത്തൽ നിങ്ങളെ ഒരു നിഗമനത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ഭൂപ്രദേശം പഠിക്കണം, ഒരു ദിശ തിരഞ്ഞെടുക്കണം, നല്ല യാത്രാ കൂട്ടാളികളെ കണ്ടെത്തണം, യാത്ര ആസ്വദിക്കണം, കാരണം റോഡിന്റെ അവസാനത്തിൽ ഒന്നുമില്ലായിരിക്കാം. മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രയാസമാണ്. എന്നാൽ ഒരിക്കൽ നിങ്ങൾ ഒരു സാദൃശ്യം തിരഞ്ഞെടുത്താൽ അത് നിങ്ങളുടെ ചിന്തയെ നയിക്കും. ചരിത്രം പരിശോധിച്ചാൽ ആളുകൾ മൃഗങ്ങളോടൊപ്പം ജീവിക്കുകയും അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃഗങ്ങൾ പുരാതന സാദൃശ്യപ്പെടുത്തലേക്ക് കടന്നു ചെല്ലുന്നു. ഉദാഹരണത്തിന്, ബുദ്ധൻ മനസ്സിനെ ഒരു കാട്ടാനയോട് ഉപമിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാർത്ഥമോഹമോ കാമമോ സുഖമോ നയിക്കുന്നിടത്തെല്ലാം എന്റെ ഈ മനസ്സ് വഴിതെറ്റിപ്പോയിരുന്നു. കാട്ടാനയെ പരിശീലകൻ നിയന്ത്രിക്കുന്നതുപോലെ ഇന്ന് ഈ മനസ്സ് വഴിതെറ്റുന്നില്ല, നിയന്ത്രണത്തിന്റെ ഇണക്കത്തിലാണ്. പ്ലേറ്റോ സമാനമായ ഒരു സാദൃശ്യം ഉപയോഗിച്ചു. സ്വയം അല്ലെങ്കിൽ ആത്മാവ് ഒരു രഥമാണ്. മനസ്സിന്റെ ശാന്തവും യുക്തിസഹവുമായ ഭാഗം കുതിരകളെ നിയന്ത്രിക്കുന്ന സാരഥിയാണ്. പ്ലേറ്റോയുടെ സാരഥിക്ക് 2 കുതിരകളെ നിയന്ത്രിക്കേണ്ടി വന്നു. വലത് വശത്ത് വളരെ നല്ല ഇണക്കമുള്ള കുതിര. അതിനെ നിയന്ത്രിക്കാൻ ചാട്ടയുടെ ആവശ്യമില്ല, വാക്കാലുള്ള കൽപ്പനകൾ അതുപോലെ അനുസരിക്കും. മറ്റേ കുതിരയാണെങ്കിൽ ഇണക്കമില്ലാത്തതാണ്. ഈ കുതിരയെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം, അനുകമ്പ എന്നീ വികാരങ്ങൾ ഇണക്കമുള്ള കുതിരയോട് ഉപമിക്കുന്നു. അവ മനുഷ്യനെ സ്വയം ശരിയായ ദിശയിലേക്ക് പോകാൻ സഹായിക്കുന്നു. എന്നാൽ അത്യാഗ്രഹം പോലുള്ള വികാരങ്ങൾ മോശമാണ്. 2 കുതിരകളുടെയും മേൽ പൂർണ്ണമായ നിയന്ത്രണം നേടാൻ സാരഥിയെ സഹായിക്കുക എന്നതായിരുന്നു പ്ലാറ്റോണിക് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. 2300 വർഷങ്ങൾക്ക് ശേഷം സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു അനുബന്ധ മോഡൽ വാഗ്ദാനം ചെയ്തു. മനസ്സിനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നുവെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു. അഹം അഥവാ ബോധമുള്ള യുക്തിസഹമായ സ്വയം. രണ്ടാമത്തേത് സൂപ്പർ ഈഗോ, മനസാക്ഷിയെ പ്രവർത്തിപ്പിക്കുകയും സാമൂഹിക നിയമങ്ങൾ അനുസരിപ്പിക്കുകയും ചെയ്യുന്ന അന്ധകരണശക്തി. മൂന്നാമത്തേത് ഐഡി അഥവാ സുഖഭോഗങ്ങളുള്ള അടങ്ങാനാകാത്ത ആഗ്രഹം. ഫ്രോയിഡിനെക്കുറിച്ച് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാദൃശ്യമാണ് മനസ്സിനെ ഒരു രഥം ആയി കരുതുക എന്നത്. അതിൽ സാരഥിയാകുന്ന അഹം അനുസരണക്കേടുമുള്ള കുതിരയായ ഐഡിയെ നിയന്ത്രിക്കാൻ ഭ്രാന്തമായി പോരാടുന്നു.
സാരഥിയുടെ പിതാവായ സൂപ്പർ ഈഗോ പുറകിലിരുന്ന് സാരഥിയെ ഉപദേശിക്കുന്നു. ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം മനോവിശ്ലേഷണത്തിന്റെ ലക്ഷ്യം അഹംബോധത്തെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ ദയനീയാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു. അങ്ങനെ അതിന് ഐഡിയിൽ കൂടുതൽ നിയന്ത്രണവും സൂപ്പർ ഈഗോയിൽ നിന്ന് കൂടുതൽ സ്വാതന്ത്ര്യവും നൽകുന്നു. ഫ്രോയിഡും പ്ലേറ്റോയും ബുദ്ധനുമെല്ലാം വളർത്തുമൃഗങ്ങൾ നിറഞ്ഞ ലോകത്താണ് ജീവിച്ചിരുന്നത്. സ്വയത്തേക്കാൾ വലിയ ഒരു ജീവിയുടെ മേൽ തന്റെ ഇഷ്ടം ഉറപ്പിക്കാനുള്ള പോരാട്ടം അവർക്ക് പരിചിതമായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ കാറുകൾ കുതിരകളെ മാറ്റിസ്ഥാപിച്ചു. സാങ്കേതികവിദ്യ ആളുകൾക്ക് അവരുടെ ഭൗതിക ലോകങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നൽകി. രഥത്തിന്റെ സ്ഥാനത്ത് കാറും കമ്പ്യൂട്ടർ പ്രോഗ്രാമും വന്നതോടെ ഫ്രോയിഡിന്റെ തിയറികൾ ആൾക്കാർ മറക്കാൻ തുടങ്ങി. നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുൻവിധി മുതൽ സൗഹൃദം വരെ എല്ലാം വിശദീകരിക്കാൻ സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അഥവാ വിവരസംസ്കരണ സിദ്ധാന്തങ്ങൾ സൃഷ്ടിച്ചു. ആളുകൾ എന്തിനുവേണ്ടിയാണ് അവരുടെ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് വിശദീകരിക്കാൻ സാമ്പത്തിക വിദഗ്ധർ റാഷണൽ ചോയ്സ് അഥവാ യുക്തിപരമായ തിരഞ്ഞെടുപ്പ് എന്ന മാതൃക സൃഷ്ടിച്ചു. തങ്ങളുടെ പക്കലുള്ള വിവരങ്ങളും വിഭവങ്ങളും ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും ബുദ്ധിപരമായി അവയെ പിന്തുടരുകയും ചെയ്യുന്ന യുക്തിസഹമായ ഏജന്റുമാരാണ് ആളുകൾ എന്ന ആശയത്തിന് കീഴിലാണ് സാമൂഹിക ശാസ്ത്രങ്ങൾ ഒന്നിച്ചത്. എന്നാൽ പിന്നെ എന്തിനാണ് ആളുകൾ വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അവർ സ്വയം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നതും നല്ലതല്ലെന്ന് അവർക്കു ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തുടരുന്നതും? മെനുവിലെ എല്ലാ മധുരപലഹാരങ്ങളും അവഗണിക്കാനുള്ള ഇച്ഛാശക്തി എനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷേ ഒരു ഐസ്ക്രീം മേശപ്പുറത്ത് വെച്ചാൽ എനിക്ക് അതിനെ ചെറുക്കാൻ കഴിയില്ല. ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് പൂർത്തിയാകുന്നതുവരെ എഴുന്നേൽക്കാതിരിക്കാനും എനിക്ക് തീരുമാനിക്കാം. എന്നിട്ടും എങ്ങനെയെങ്കിലും ഞാൻ അടുക്കളയിലേക്ക് നടക്കുകയോ മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയാമായിരുന്നു. ഞാൻ അത് ചെയ്യുമെന്ന് എന്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ പോലും ഞാൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് എന്റെ ഉള്ളിൽ ഒരു മങ്ങിയ ബോധമുണ്ടായിരുന്നു. കുറ്റബോധം, കാമം, ഭയം, ദേഷ്യം, അസൂയ തുടങ്ങിയ വികാരങ്ങൾ പലപ്പോഴും ന്യായവാദത്തേക്കാൾ ശക്തമായിരുന്നു. എന്നാൽ മറുവശത്ത് സമാനമായ സാഹചര്യങ്ങളിൽ സുഹൃത്തുക്കൾക്ക് അനുയോജ്യമായത് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് ഉപദേശം കൊടുക്കുന്നതിൽ ഞാൻ വളരെ നല്ലവനായിരുന്നു. രാവിലെ 6 മണിക്ക് ഉണരാൻ എനിക്ക് തീരുമാനിക്കാം. എന്നിട്ടും അലാറം അടച്ചതിനുശേഷം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള മനസ്സിന്റെ ആവർത്തിച്ചുള്ള കൽപ്പനകൾക്ക് യാതൊരു ഫലവുമില്ല. വിചിത്രമായ ഒരു പുതിയ ശക്തി എന്നെ വലിച്ചിഴയ്ക്കുന്നു. ആഗ്രഹവും യുക്തിയും വ്യത്യസ്ത ദിശകളിലേക്ക് വലിക്കുന്നു. ഞാൻ ശരിയായ വഴി കാണുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു, പക്ഷേ തെറ്റായതിനെ പിന്തുടരുന്നു. റാഷണൽ ചോയ്സും ഇൻഫർമേഷൻ പ്രോസസ്സിംഗും ഇച്ഛാശക്തിയുടെ ബലഹീനതയെ വേണ്ടത്ര വിശദീകരിക്കുന്നില്ല. മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള പഴയ വിവരണങ്ങൾ മനോഹരമായി വിശദീകരിക്കുന്നു. എന്റെ ബലഹീനതയിൽ ആശ്ചര്യപ്പെട്ടപ്പോൾ ഞാൻ എന്നെത്തന്നെ ഉയർത്തിപ്പിടിച്ച ചിത്രം ഞാൻ ആനയുടെ പുറകിൽ ഒരു സവാരിക്കാരനായിരുന്നു എന്നതാണ്. എനിക്ക് ആനയെ നിയന്ത്രിക്കാൻ കഴിയും. എനിക്ക് കാര്യങ്ങൾ നേരെയാക്കാൻ കഴിയും, പക്ഷേ ആനയ്ക്ക് സ്വന്തമായ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ മാത്രം. ആന ശരിക്കും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അവനുമായി പൊരുത്തപ്പെടുന്നില്ല. 10 വർഷമായി എന്റെ സ്വന്തം ചിന്തയെ നയിക്കാൻ ഞാൻ ആനപ്പുറത്തിരിക്കുന്ന ഒരു സവാരിക്കാരൻ എന്ന ഈ സാദൃശ്യം ഉപയോഗിച്ചു. മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിനെ എങ്ങനെയെന്ന് വിഭജിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് 4 തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 4ാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കാരണം അത് സവാരിക്കാരനോടും ആനയോടും ഏറ്റവും അടുത്താണ്. എന്നാൽ ആദ്യത്തെ 3 എണ്ണം പ്രലോഭനം, ബലഹീനത, ആന്തരിക സംഘർഷം തുടങ്ങിയ വികാരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു.